സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. മാർവലിന്റെ ഭാഗത്തായിട്ട് ഡൂംസ്ഡേ, സീക്രട്ട് വാർസ്, ബ്രാൻഡ് ന്യൂ ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പടങ്ങൾ ഇപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് സിലബസിൽ ഇല്ലാത്ത മറ്റൊരു പടം പെട്ടെന്ന് കുറച്ച് റൂമറുകളോട് ഇപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു പടത്തിന്റെ റൂമറുകളും പരിപാടികളൊക്കെ കുറച്ച് നാളായിട്ട് അങ്ങ് ഇന്റർനെറ്റിൽ കറങ്ങി നടപ്പുണ്ട്. എന്നാൽ പോലും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇപ്പം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസൈഡ് സോഴ്സസ് കൂടെ ഇത് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്നാൽ പിന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ചു. പറഞ്ഞു വരുന്നത് ഡെഡ്പൂൾ 4 പറ്റി തന്നെയാണ്. റയാൻ റെനോൾഡ്സ് ഇപ്പോൾ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് പരിപാടികളൊക്കെ ഇപ്പോൾ നൈസായിട്ട് അങ്ങ് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഓക്കെ, ഡെഡ്പൂൾ 4 എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പരിപാടികളൊക്കെ ഉണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് മെയിനായിട്ട് സംസാരിക്കാനുള്ളത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പോസിബിലിറ്റീസ് ഓഫ് ഡെഡ്പൂൾ 4. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് റയാൻ റെനോൾഡ്സ് ഇപ്പോൾ ഈ ഒരു പടത്തിന്റെ ഡെഡ്പൂൾ 4ന്റെ സ്ക്രിപ്റ്റിംഗ് പരിപാടിയിലോട്ട് എൻ്റർ ആയിട്ടുണ്ടെന്നും ഈ ഒരു പടം എത്രയും പെട്ടെന്ന് ഇറക്കുവാനുള്ളൊരു മൈൻഡിലോട്ട് പുള്ളി കടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആൻഡ് ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു കാര്യത്തിലേക്ക് പുള്ളി കടക്കാനുള്ളതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. റയാൻ റെനോൾഡ്സിന്റെ വൈഫും പിന്നെ പുള്ളിക്കാരെ അഭിനയിച്ച ഒരു പടത്തിൽ പുള്ളിക്കാരുടെ ഒരു കോസ്റ്റാർ തമ്മിൽ എന്തോ ഒരു കേസിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായെന്നുള്ള രീതിയിലൊക്കെ ഒരു കുറച്ച് വാർത്തകൾ ഉണ്ടായിരുന്നു. സോ ആ ഒരു ഇഷ്യൂ അല്ല ഇവിടെ നമ്മുടെ വിഷയം. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനിൽ നൈസ് പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കോമിക്സിലൊന്നും ഇല്ലാതെ പുള്ളി തന്നെ പുള്ളിയുടെ സ്വതസിദ്ധമായ ഐഡിയയിൽ വികസിപ്പിച്ചെടുത്തൊരു ക്യാരക്ടറാണ്. ആൻഡ് ഈ ഒരു ക്യാരക്ടർ ആ ഒരു കോസ്റ്റാറിനെ കളിയാക്കാൻ വേണ്ടി പുള്ളി എഴുതി പിടിപ്പിച്ചതാണ് എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പ്, ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ പടം ഇറങ്ങുന്നതിന് മുമ്പ് റയാൻ റെനോൾഡ്സിനെ ഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കോസ്റ്റാർ നോക്കിയിട്ടുണ്ടെന്നും നിയമപരമായ നടപടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയാൻ കഴിയുന്നത്. സോ ഈ ഒരു കേസിൽ റയാൻ റെനോൾഡ്സിന്റെ പേര് മൊത്തത്തിൽ ഹോളിവുഡിൽ ഒന്ന് ഡീഫെയിം ആയിട്ടുണ്ട്. ഒരുപാട് പടങ്ങളിൽ പുള്ളിയുടെ അവസരം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിക്കൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സോ മൊത്തത്തിൽ പുള്ളിക്ക് അത്ര നല്ല കാലമല്ല. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപം 10 മടങ്ങായിട്ട് തിരിച്ചു പിടിക്കാനായിട്ട് പുള്ളിയുടെ കയ്യിലുള്ള വജ്രായുധം എന്ന് പറയുന്നത് വേറെ ആരുമല്ലല്ലോ, ഡെഡ്പൂൾ തന്നെ. അപ്പൊ പുള്ളി ഇത്ര തിടുക്കപ്പെട്ട് ഡെഡ്പൂൾ 4ന്റെ പരിപാടികൾ ആരംഭിച്ചു വിട്ടതിന്റെ കാര്യം ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമായി കാണുമല്ലോ. പുള്ളിയുടെ മേലുള്ള ചീത്തപ്പേര് മാറ്റാനോ കുറച്ചുകൂടെ ഫെയിം കയറ്റാനോ എന്തിനു വേണ്ടി പടം എടുത്തോട്ടെ. ഇങ്ങനെ ഒരു ഡെഡ്പൂൾ 4 എന്ന രീതിയിലുള്ള ഒരു പടം വരുന്നുണ്ട് അല്ലെങ്കിൽ എടുത്തോട്ടെ എന്ന് നമ്മുടെ കെവിൻ ഫീജിയുടെ അടുത്ത് പുള്ളി പോയി ചോദിച്ചു കഴിഞ്ഞാൽ കെവിൻ ഫീജി സമ്മതിക്കാതിരിക്കും. മൾട്ടിവേഴ്സ് ആകാ എന്ന് പറഞ്ഞൊരു പേരിട്ട് പടങ്ങൾ പടച്ചുവിട്ട് 4 സൈഡിൽ നിന്ന് ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 18+ പടം ഇറക്കി മൊത്തം മാർവലിനെ റിവൈവ് ചെയ്തത് മറ്റാരുമല്ല, ആ ടൈമിൽ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒറ്റ പടം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എപ്പോൾ ഇറക്കിയാലും എങ്ങനെ ഇറക്കിയാലും ഡെഡ്പൂൾ എന്ന് പറയുന്നത് മാർവലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രംപ് കാർഡ് തന്നെയാണ്. സോ അങ്ങനെ ഒരു പടമായിട്ട് റയാൻ റെനോൾഡ്സ് തന്നെ മുമ്പോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും മാർവൽ അതിന് പച്ചക്കൊടി കാണിക്കേണ്ടതാണ്. സോ സീക്രട്ട് വാർസിന് മുമ്പോ ശേഷമോ ഡെഡ്പൂൾ 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം തീർച്ചയായിട്ടും നമ്മൾ കാണാൻ തന്നെയാണ് പോകുന്നത്. എന്നാൽ ഈ ഒരു പടം ഏതൊരു രീതിക്കാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോംപ്ലിക്കേറ്റഡ് പരിപാടി ഇരിക്കുന്നത്. സോ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ട് ജനങ്ങളുടെ ഇടയിൽ ആ ഒരു അലിഗേഷനും പരിപാടികളും കാരണം റയാൻ റെനോൾഡ്സിന്റെ പേര് ചെറുതായിട്ടൊന്ന് ചീത്തപ്പേരിലോട്ട് മാറിയിട്ടുണ്ട്. സോ അതിനെ ഒന്ന് മാറ്റിയെടുക്കാനാണെന്നുള്ളൊരു ഉദ്ദേശം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് ഈ ക്യാരക്ടറിന്റെ കേസിൽ പുള്ളി ഒട്ടും കോംപ്രമൈസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അതായത് ഈ ഒരു ഡെഡ്പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, എങ്ങനെ എവിടെയൊക്കെ എന്തൊക്കെ രീതിയിൽ പെരുമാറും എന്നുള്ള ഒരു കാര്യത്തിൽ റയാൻ റെനോൾഡ്സിന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് പുള്ളി തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഡെഡ്പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ നമുക്ക് ഒരിക്കലും എന്താ പറയുക ഒരു സോളോ രീതിക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. കാരണം എപ്പോഴും ഡെഡ്പൂളിന്റെ കൂടെ ഒരു ടീം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ വേണം. പുള്ളിക്ക് കളിയാക്കാനും പുള്ളിക്ക് ചില്ലടിച്ച് നടക്കാനായിട്ട് കുറച്ച് ആൾക്കാർ വേണം. പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് കുറച്ചുകൂടെ വ്യക്തമാക്കുവാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വൂൾവറിനെ ബേസ് ചെയ്തിട്ട് ലോഗൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം വന്നില്ലേ. സോ ആ ഒരു മോഡിൽ ഡെഡ്പൂളിനെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പടം സങ്കല്പിക്കാനായിട്ട് പറ്റത്തില്ല. അത് വർക്കൗട്ട് ആവില്ല. പിന്നെ മറ്റൊരു കാര്യമായിട്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ്പൂളിനെ ബേസ് ചെയ്തൊരു കഥ ഇറക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് വർക്കൗട്ട് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെഡ്പൂളിന് നഷ്ടപ്പെടുന്ന രീതിയിൽ കാണിച്ചാലേ അത് കൃത്യമായിട്ട് ആൾക്കാർക്ക് ആ ഒരു കണക്ഷൻ കിട്ടത്തുള്ളൂ. ഒന്നാമത്തേലും അച്ഛന് മരണമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഏതൊരു സീരിയസ് സിറ്റുവേഷൻ ആയാലും അതിൽ എന്തെങ്കിലുമൊക്കെ കോമിക് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് ഒരു കോമഡി വൈബിലാണ് പുള്ളി പോകുന്നത്. സോ ഒന്നിനെ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു ചിൽ ഡൂഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിൽ കാണിച്ചാലേ ആ ഒരു പടം കുറച്ചുകൂടി ഇമോഷണൽ ഹുക്ക് കിട്ടത്തുള്ളൂ. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സംഗതി ശരിയാണ്. ഇപ്പോൾ ഡെഡ്പൂൾ 1 എടുത്തു കഴിഞ്ഞാൽ അതിൽ പുള്ളിയുടെ ജീവനെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇനി ഡെഡ്പൂൾ 2 വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് നഷ്ടപ്പെടുന്നു. ഇനി ഡെഡ്പൂൾ 3 വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു മൊത്തം യൂണിവേഴ്സിനെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് കഥ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഡെഡ്പൂൾ 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം ഇറങ്ങുമ്പോൾ അതിലും ഇതുപോലെ തന്നെ ആ ഒരു പരിപാടി റിപ്പീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കാണുന്നവർക്കും ചിലപ്പോൾ അത്ര വർക്കൗട്ട് ആവാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡെഡ്പൂൾ 4 എന്നുള്ള രീതിക്ക് പടം വരുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ട്. ഐ മീൻ ഡെഡ്പൂൾ 4 എന്ന് പറഞ്ഞിട്ട് ഡെഡ്പൂളിനെ ബേസ് ചെയ്ത് ഒരു പടം ഇറങ്ങാനുള്ള ചാൻസസ് ആർ വെരി ലോ. ബട്ട് ഡെഡ്പൂൾ ഒരു ടീമപ്പ് പോലെ ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ പോലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ടീമായിട്ടോ ടീമപ്പ് ചെയ്തിട്ട് ഒരു പടം അധികം വൈകാതെ സംഭവിച്ചേക്കാം. പോസിബിളി ചാനിങ് ടാറ്റത്തിന്റെ ആ ഒരു ഗാംബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറില്ലേ, ആ ഒരു ക്യാരക്ടറിന്റെ പേരാണ് റയാൻ റെനോൾഡ്സ് കൂടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ക്യാരക്ടറുമായിട്ട് ടീമപ്പ് ചെയ്ത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ പോലെ ആ ഒരു മോഡിൽ ഒരു പടം ചിലപ്പോൾ സെറ്റപ്പ് ചെയ്ത് വന്നേക്കാം. മ്യൂട്ടൻസ് സാഗയിലേക്ക് കടന്നതിന് ശേഷം എക്സ്മാനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ തണ്ടർബോൾസിന്റെ ഡയറക്ടർ ഒരു പടം കുക്ക് ചെയ്ത് വരുന്നുണ്ടെന്നുള്ള രീതിക്ക് റൂമേഴ്സും പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊരു ടീമപ്പ് പടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പടത്തിൽ ഒരു എക്സ്റ്റൻഡഡ് റോളായിട്ട് ഡെഡ്പൂൾ വരാനും നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ഡെഡ്പൂളിന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ലെവലിൽ തന്നെ പടം വേണമെന്നൊന്നുമില്ല. ഏതൊരു സീനിലായാലും മച്ചൻ കയറി വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ സീൻ മൊത്തം തൂക്കിയിട്ട് ആശം കളം വിടും. ഡൂംസ്ഡേയിൽ ഡെഡ്പൂൾ കാണുമോ എന്നുള്ളതായിരുന്നു പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഡൂംസ്ഡേയുടെ ഓപ്പണിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് ഇതുവരെ മാർവൽ കണ്ടിട്ടുള്ളത് ഈ വെച്ചെന്ന് തന്നെയല്ല, മൊത്തം സിനിമാറ്റിക് ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്ന രീതിയിൽ
വൻ ഒരു പരിപാടിയാണ് സെറ്റപ്പ് ചെയ്തെന്നുള്ള രീതിക്കാണ് റൂമേഴ്സും പരിപാടികളും വരുന്നത്. സോ ഡൂംസ്ഡേയുടെ ഓപ്പണിംഗ് സീക്വൻസ് എങ്ങനെയാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഒരുപാട് തിയറികൾ ദിവസം തോറും പടച്ചു വിടുന്നുണ്ട്. സോ അതിൽ ഏറ്റവും ജനപ്രീതിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു തിയറിയാണ് നമ്മുടെ ടോബി മെഗ്യൂറിന്റെ സാം റൈമി സ്പൈഡർമാൻ യൂണിവേഴ്സിലെ ആ ഒരു യൂണിവേഴ്സിനെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സ്മെൻ ടീം വരുന്ന രീതിയിലുള്ള ഒരു തിയറി. സംഭവം നടപടിയാവുകയാണെങ്കിൽ ഹ്യൂഗ് ജാക്മാന്റെയും ടോബി മെഗ്യൂറിന്റെയും ആ ഒരു ഐക്കോണിക് ഫേസ് ഓഫ് സീക്വൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. വോൾവറിൻ വേഴ്സസ് സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ കളറാവും. അപ്പോൾ ഈ ഒരു എക്സ്മാൻ യൂണിവേഴ്സ് ഏതൊരു യൂണിവേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായ ഒരു വ്യക്തതയില്ല. സോ അതുകൊണ്ട് തന്നെ ഹ്യൂഗ് ജാക്മാന്റെ ഈ ഒരു വോൾവറിൻ എന്നുള്ള ഒരു ക്യാരക്ടർ വരുമ്പോൾ കൂടെ തന്നെ നമ്മുടെ ഡെഡ്പൂളിന്റെ ക്യാരക്ടറും വരുമെന്നുള്ള രീതിക്ക് ചെറിയൊരു ശ്രുതി അവിടെ ഇവിടെ ആയിട്ട് കേട്ടായിരുന്നു. പക്ഷെ അതിനെനിക്ക് അത്ര കണ്ട് ചാൻസ് തോന്നുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കൂട്ടി ഈ ഒരു സീക്വൻസ് ഐ മീൻ ഡൂംസ്ഡേയിലെ ഈ ഒരു ഓപ്പണിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ ഡെഡ്പൂളിന്റെ ഒരു പ്രസൻസ് അത്ര കണ്ട് കണക്ട് ആവുന്നില്ല. ദിവസം തോറും ലീക്കുകൾക്ക് വഞ്ഞില്ലല്ലോ. സോ കൂടുതൽ ലീക്കുകളും മറ്റു പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടുമായിരിക്കും ഡൂംസ്ഡേയിലെ നമ്മുടെ ഡെഡ്പൂളിന്റെ ഒരു പ്രസൻസിനെ പറ്റി. ഡെഡ്പൂൾ ഡൂംസ്ഡേയിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഒരു വശത്ത് നിൽക്കട്ടെ. എന്നാൽ പോലും റയാൻ റെനോൾഡ്സ് ഈ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേ പടത്തിന്റെ ഒരു മാർക്കറ്റിംഗ് പരിപാടിയുടെ ഭാഗമാകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ടെന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. മാർക്കറ്റിംഗിൽ മച്ച സീനാണെന്നുള്ള കാര്യം ഇതിന് മുമ്പേ മാർവലിൽ പുള്ളി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്നുള്ള ഒരു പടത്തിനെ എവിടെ കൊണ്ടാണ് നിർത്തിയെന്നുള്ള കാര്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. എന്താ പറയുക, മാർവൽ കോമിക്സിലെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സിന്റെ ഒരു ഫേസ് ഓഫ് വരുന്ന പടം എന്നതിൽ നിന്നും ഒരു ഗ്ലോബൽ ഇവന്റ് എന്നുള്ളൊരു രീതിക്ക് ആ ഒരു ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്നുള്ള ഒരു പടത്തിന്റെ മാർക്കറ്റിങ്ങിനെ പുള്ളി കൊണ്ടെത്തിച്ചു. അത് സ്വന്തം കമ്പനിയെ മാക്സിമം എഫോർട്ടിലൂടെയാണ് പുള്ളി ചെയ്തു വെച്ചത്. സോ അങ്ങനെ വരുമ്പോൾ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പടം മാർവലിനെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു കാര്യം ഞാൻ ഇനിയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ആ ഒരു പടത്തിന് റയാൻ റെനോൾഡ്സ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോഴും ജനറൽ ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഡൂംസ്ഡേ വലിയ രീതിക്ക് ഒരു ഓളമൊന്നും ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. RDJയുടെ ആ ഒരു റീപ്രൈസ് കാണുക എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് ഇപ്പോഴും പടത്തിന്റെ ഹൈപ്പ് നിൽക്കുന്നത്. അതിൽ നിന്നും ഈ ഒരു ഡൂംസ്ഡേ എന്ന് പറഞ്ഞ പടത്തിന് മൊത്തത്തിലൊരു ഹൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലുള്ള ചില നടപടികൾ ആവശ്യമാണ്. സോ ബാക്ക് ടു ദ മെയിൻ ടോപ്പിക്, ഡെഡ്പൂൾ 4നെ പറ്റിയിട്ട് ഇപ്പൊ പൊന്തി വന്നിട്ടുള്ള റൂമേഴ്സും പരിപാടികളുടെയൊക്കെ ഒരു ആകത്തുക എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പടം എന്തായാലും വരും, ബട്ട് അത് മെയിൻലി ഡെഡ്പൂളിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഒരു ടീമപ്പ് എന്ന രീതിക്ക് എവിടെയെങ്കിലുമൊക്കെ സീക്രട്ട് വാർസിന് മുമ്പോ ശേഷമോ വരുന്നുള്ളൊരു രീതിക്കാണ് സെറ്റപ്പ് ചെയ്യാൻ മെയിനായിട്ട് തോന്നുന്നത്. മാർവലിനായാലും അതുപോലെ തന്നെ റയാൻ റെനോൾഡ്സിലായാലും ഡെഡ്പൂൾ എന്ന് പറയുന്നത് ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ്. സോ അതിനെ അങ്ങ് പെട്ടെന്ന് ഇല്ലാതാക്കുമെന്ന് തോന്നുന്നില്ല. സോ ഡെഡ്പൂൾ വിൽ ബി ബാക്ക്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഡെഡ്പൂൾ 4നെ പറ്റിയിട്ട് ഇപ്പോൾ പറയാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു പടം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നുള്ളൊരു കാര്യവും, അതൊരു ടീമപ്പ് രീതിയിലാണ് വരുന്നതെങ്കിൽ ഡെഡ്പൂൾ ആരുടെ കൂടെ ടീമപ്പ് ചെയ്ത് വരുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ് തരിക എന്നുള്ളൊരു കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.